അത് 15,712 കഴിഞ്ഞ വർഷം കിട്ടിയെങ്കിലും ഈ വർഷത്തെ സീറ്റ് മെട്രിക്സ് 200 സീറ്റുകളാണ്. 2025-26 സീറ്റ് മെട്രിക്സ് അനുസരിച്ച് ഈ ഒരു കാലിക്കറ്റും ട്രിവാൻഡ്രത്തും 250 സീറ്റുകളാണ്. അതും ഗവൺമെന്റ് MBBS 22,304 ഗവൺമെന്റ് MBBS സീറ്റ് കിട്ടി. അപ്പൊ ചോയ്സ് ഫില്ലിംഗിൽ നിങ്ങൾ ഹായ് എവരിവൺ, ദിസ് ഈസ് ANJ ഫ്രം RKNX. സോ 2025-26 സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളുടെ MBBS BDS സീറ്റുകളുടെ സീറ്റ് മെട്രിക്സ് കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തിരുന്നു. ആ ഒരു സീറ്റ് മെട്രിക്സ് നമ്മൾ അനലൈസ് ചെയ്യാണ്. ഏതൊക്കെ കോളേജുകളിൽ ഏതൊക്കെ കമ്മ്യൂണിറ്റിക്ക് എത്ര സീറ്റുകൾ അവൈലബിൾ ആണെന്ന് നമുക്കറിയാം. അതിനനുസരിച്ച് ഓപ്ഷൻസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് ലഭിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതേപോലെ സെൽഫ് ഫിനാൻസിംഗിലെയും ഗവൺമെന്റിലെയും കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് വളരെ വേഗത്തിൽ ക്യുക്കായിട്ടൊന്ന് അനലൈസ് ചെയ്യാം. യെസ്, ആദ്യം സീറ്റ് മെട്രിക്സ് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. എല്ലാ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളുടെയും MBBS സീറ്റുകൾ ആദ്യം നോക്കാം. ഫസ്റ്റ് വൺ അമല മെഡിക്കൽ കോളേജ് ആണ്. ടോപ്പ് 5 വരുന്ന ഒരു സെൽഫ് ഫിനാൻസിംഗ് സ്ട്രീമിൽ വരുന്ന കോളേജാണ് അമല മെഡിക്കൽ കോളേജ്. അവിടെ മുഴുവനായിട്ടും 100 സീറ്റുകളാണ്. ഈ വർഷത്തെ സീറ്റ് മെട്രിക്സ് അനുസരിച്ച് 100 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ 50 സീറ്റുകൾ കമ്മ്യൂണിറ്റി സീറ്റുകളാണ്. അതൊരു ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജ് ആണ്. ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ അണ്ടറിൽ വരുന്ന കോളേജ് ആണ്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കായിരിക്കും ഈ 100 സീറ്റുകളിൽ 50 സീറ്റുകളിലേക്കും അപേക്ഷിക്കാൻ. അവിടെ നിങ്ങൾക്ക് മൈനോറിറ്റി സീറ്റുകൾ 50 സീറ്റുകൾ അവൈലബിൾ ആണ്. പിന്നീട് വരുന്ന 15 സീറ്റുകൾ NRI കോട്ട വഴിയുള്ള സീറ്റുകളാണ്. അപ്പൊ NRI സ്റ്റേറ്റസ് ഉള്ള കുട്ടികൾക്കായിരിക്കും ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ആ 15 സീറ്റിൽ തന്നെ 8 സീറ്റുകളാണ് ഓപ്പൺ വിഭാഗത്തിൽ വരുന്നത്. ആർക്കും അപ്ലൈ ചെയ്യാം NRI സ്റ്റേറ്റസ് ഉള്ള. ബട്ട് 7 എണ്ണം കമ്മ്യൂണിറ്റി സീറ്റുകളാണ്. NRI സ്റ്റേറ്റസ് ഉള്ള ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുട്ടികൾക്ക് മാത്രമാണ് അത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. then ഓൾ ഇന്ത്യ കോട്ട വഴി 15 സീറ്റുകളുണ്ട്. അവിടെ ഡൊമിസൈൽ ഒരു പ്രോബ്ലം അല്ല. അതായത് നോൺ കേരളൈറ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് വരെ ഈ 15 സീറ്റുകളിൽ അപ്ലൈ ചെയ്യാം. ഇനി ബാക്കി വരുന്ന 20 സീറ്റുകളാണ് ഗവൺമെന്റ് സീറ്റുകളായിട്ട്, അതായത് റിസർവേഷൻ നോംസ് പ്രകാരമുള്ള ഗവൺമെന്റ് സീറ്റുകൾ 20 എണ്ണമാണുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ 100 സീറ്റുകളുടെ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ്. അടുത്ത നെക്സ്റ്റ് കോളേജസ് അസീസിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ്. ഒരു മുസ്ലിം മൈനോറിറ്റി കോളേജ് ആണത്. സോ ആകെയുള്ള 100 സീറ്റുകളിൽ 50 സീറ്റുകൾ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കായിരിക്കും ഈ 50 സീറ്റുകൾ ലഭിക്കുക. മുസ്ലിം മൈനോറിറ്റി സീറ്റുകളാണ്. പക്ഷെ ഫീ സ്ട്രക്ചർ സെയിം തന്നെ ആയിരിക്കും. അതായത് 8 ലക്ഷം 9 ലക്ഷം വരുന്ന ഫീസ് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. ട്യൂഷൻ ഫീസിൽ യാതൊരു വിധത്തിലുള്ള ഇളവും ആ ഒരു സീറ്റിലേക്ക് ലഭിക്കില്ല. അത് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് തന്നെയുണ്ട്. യെസ്, ഇനി ബാക്കി വരുന്ന 15% സീറ്റുകളിൽ 3 സീറ്റ് ഓൾ ഇന്ത്യ കോട്ടയിലെ NRI കോട്ട വഴി വരുന്ന സീറ്റുകളിൽ 3 സീറ്റ്, 15 സീറ്റാണ് NRI സീറ്റുകൾ. അതിൽ 3 സീറ്റ് ഓപ്പൺ വിഭാഗമാണ്. ആർക്ക് വേണമെങ്കിലും NRI സ്റ്റേറ്റസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 12 സീറ്റുകൾ NRIയിൽ തന്നെ കമ്മ്യൂണിറ്റി സീറ്റുകളാണ്. ഓക്കെ, ഓൾ ഇന്ത്യ കോട്ട വഴി വരുന്നത് 15 സീറ്റുകളാണ്. ഞാൻ പറഞ്ഞു എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. നോൺ കേരളൈറ്റ്സ് ആയിട്ടുള്ള കുട്ടികൾക്കും കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്ന സീറ്റുകളാണത്. റിസർവേഷൻ നോംസ് പ്രകാരം ബാക്കി വരുന്നത് 20 സീറ്റുകൾ മാത്രമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ആണ്. അഗെയിൻ ഒരു ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജ് ആണത്. അവിടെയുള്ള 100 സീറ്റുകളിൽ 50 സീറ്റുകൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുട്ടികൾക്ക് അവകാശപ്പെട്ടതാണ്. NRI സീറ്റുകൾ 15 ആണ്. 5 എണ്ണം ഓപ്പൺ ആണ്. 10 എണ്ണം കമ്മ്യൂണിറ്റി സീറ്റുകളാണ്. NRI സ്റ്റേറ്റസ് ഉള്ള ആ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുട്ടികൾക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഓൾ ഇന്ത്യ കോട്ട വഴി 15 സീറ്റുകളുണ്ട്. നോൺ കേരളൈറ്റ്സ് ആയിട്ടുള്ള കുട്ടികൾക്കും അപ്ലൈ ചെയ്യാം. ദെൻ 20 സീറ്റുകളാണ് ബാക്കിയുള്ള ഗവൺമെന്റ് നോംസ് പ്രകാരമുള്ള റിസർവേഷൻ നോംസ് പ്രകാരമുള്ള സീറ്റുകൾ. ദെൻ അടുത്തത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ആണ്. യാതൊരു വിധത്തിലുള്ള മൈനോറിറ്റി സീറ്റുകളും അവിടെ അവൈലബിൾ അല്ല. 150 സീറ്റുകളാണ് മൊത്തമുള്ളത്. 23 എണ്ണം NRI സീറ്റുകളാണ്. 22 എണ്ണം ഓൾ ഇന്ത്യ കോട്ട വഴിയുള്ള സീറ്റുകളാണ്. പക്ഷേ കേരള എൻട്രൻസ് കമ്മീഷണർ തന്നെയാണ് അവിടേക്ക് അലോട്ട്മെന്റ് നടത്തുക. ദെൻ ബാക്കി വരുന്ന 105 സീറ്റുകൾ എല്ലാവർക്കും വേണ്ടി അവൈലബിൾ ആണ്. റിസർവേഷൻ നോംസ് അനുസരിച്ചുള്ള സീറ്റുകളാണ്. യെസ്, നെക്സ്റ്റ് വൺ MES മെഡിക്കൽ കോളേജ് ആണ്. മുസ്ലിം മൈനോറിറ്റി കോളേജ് ആണ്. സോ 150 സീറ്റുകളിൽ പകുതി സീറ്റുകൾ 50% സീറ്റ്, അതായത് 75 സീറ്റുകൾ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കാണ് അവിടേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. 15% സീറ്റ്, 22 സീറ്റുകൾ NRI കോട്ടയിലേക്കുണ്ട്. ഓൾ ഇന്ത്യ തലത്തിൽ ഓൾ ഇന്ത്യ കോട്ട വഴി 22 സീറ്റുകളിലേക്ക് അഡ്മിഷൻ നടത്തും. ബാക്കി വരുന്നത് 31 സീറ്റുകളാണ്.
ഓക്കെ, നെക്സ്റ്റ് വൺ ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ് ആണ്. ശ്രീ ഗോകുലം യാതൊരു തരത്തിലുള്ള മൈനോറിറ്റി സീറ്റുകളും അവിടെയില്ല. സോ ടോട്ടൽ 150 സീറ്റുകളിൽ 23 NRI കോട്ട വഴി, ഓൾ ഇന്ത്യ കോട്ട വഴി 23, ബാക്കി 104 സീറ്റുകൾ അവിടെ അവൈലബിൾ ആണ്, MBBS സീറ്റുകളാണ്. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആണ് 7ാമത്തെ കോളേജ്, ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജ് ആണ്. അതുകൊണ്ട് തന്നെ 100 സീറ്റുകളിൽ 50 സീറ്റുകൾ കമ്മ്യൂണിറ്റിയിൽ റിസർവ്ഡ് ആണ്. 50 സീറ്റുകളിലേക്ക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്കായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുക. NRI സീറ്റ് വരുന്നത് 15 എണ്ണമാണ്. അതിൽ 8 എണ്ണം ഓപ്പൺ ആയിരിക്കും, 7 എണ്ണം NRIയിൽ തന്നെ കമ്മ്യൂണിറ്റി സീറ്റുകളാണ്. ഓൾ ഇന്ത്യ കോട്ട വഴി വരുന്നത് 15 സീറ്റുകൾ, ബാക്കി വരുന്നത് 20 സീറ്റുകളാണ് ഗവൺമെന്റ് സീറ്റുകളായിട്ട് വരുന്നത്. ഓക്കെ, KMCT മെഡിക്കൽ കോളേജ് മുസ്ലിം മൈനോറിറ്റി കോളേജ് ആണ്. സോ 250 സീറ്റുകളിൽ 85 സീറ്റുകൾ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് റിസർവ്ഡ് ആണ്. ബാക്കി 15%, 38 സീറ്റുകൾ NRI കോട്ട വഴിയും 38 സീറ്റുകൾ ഓൾ ഇന്ത്യ കോട്ട വഴിയുമാണ്. 89 സീറ്റുകൾ അവിടെ ഗവൺമെന്റ് റിസർവേഷൻ നോംസ് അനുസരിച്ചുള്ള 89 സീറ്റുകൾ അവൈലബിൾ ആണ്. PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, യാതൊരു റിസർവേഷനും അവിടെയില്ല. 140 സീറ്റുകളാണ് ഗവൺമെന്റ് നോംസ് അനുസരിച്ച് അവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ കരുണ മെഡിക്കൽ കോളേജ് ആണ്. കരുണ മെഡിക്കൽ കോളേജ് ഒരു മുസ്ലിം മൈനോറിറ്റി കോളേജ് ആണ്. 100 സീറ്റുകളിൽ 45 സീറ്റുകളാണ് അവിടെ കമ്മ്യൂണിറ്റി വിഭാഗത്തിൽ വരുന്നത്. അപ്പോൾ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് മൈനോറിറ്റി സീറ്റുകളാണത്. ഓക്കെ, 15 സീറ്റുകൾ NRI സീറ്റുകളും ഓൾ ഇന്ത്യ കോട്ട വഴി 15 സീറ്റുകളുമാണ്. ബാക്കിയുള്ളത് 25 സീറ്റുകളാണ് ഗവൺമെന്റ് സീറ്റ്സ്. ഓക്കെ, ഗവൺമെന്റ് സീറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അവിടെ 8 ലക്ഷം 9 ലക്ഷം രൂപയാണ് ആനുവലി ട്യൂഷൻ ഫീ മാത്രമായിട്ട് വരുന്നത്. അതിൽ ട്യൂഷൻ ഫീ ഇല്ലാത്ത വിഭാഗങ്ങളുണ്ട്. SC ST OEC വിഭാഗങ്ങളുടെ ട്യൂഷൻ ഫീ ഗവൺമെന്റ് തന്നെയായിരിക്കും നൽകുക. നിങ്ങൾക്ക് ട്യൂഷൻ ഫീ അടയ്ക്കേണ്ടതായിട്ടില്ല. അതേപോലെ രജിസ്റ്റേർഡ് ഫിഷർമാൻ്റെ ചൈൽഡിനും അവിടെ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല, ട്യൂഷൻ ഫീ ഇല്ല. എന്നാൽ അത് കൂടാതെ മറ്റ് അനവധി ഫീസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഹോസ്റ്റൽ ഫീയും മെസ് ഫീയും സ്പെഷ്യൽ ഫീയും ഒക്കെ ഉണ്ടായിരിക്കും. അതിൽ കൺസെഷൻ ഉള്ള വിഭാഗങ്ങളുണ്ട്. അത് കോളേജുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ഫീസ് ആണ് അടയ്ക്കേണ്ടത്, എത്ര ഫീ റിലാക്സേഷൻ കിട്ടും എന്നൊക്കെ അറിയാം. ട്യൂഷൻ ഫീ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒഴിവാകും. അവിടെ OEC ഒക്കെ അവിടെ വരുമാന പരിധിയുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. യെസ്, ഓക്കെ, അടുത്തത് കരുണ മെഡിക്കൽ കോളേജ് പറഞ്ഞു. മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് മെഡിക്കൽ കോളേജ് കോലഞ്ചേരിയാണ്, ടോപ്പ് 5-ൽ വരുന്ന കോളേജാണ്. ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജ് ആണ്. 100 സീറ്റിൽ 50 സീറ്റ് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട കമ്മ്യൂണിറ്റി സീറ്റുകളാണ്. യെസ്, ബാക്കി വരുന്ന 15 സീറ്റുകൾ NRI സീറ്റുകളും ഓൾ ഇന്ത്യ കോട്ട വഴി 15 സീറ്റുകളുമുണ്ട്. ദെൻ 20 സീറ്റുകളാണ് ഗവൺമെന്റ് നോംസ് അനുസരിച്ച് ബാക്കി വരുന്ന സീറ്റുകൾ. യെസ്, നെക്സ്റ്റ് വൺ മലബാർ മെഡിക്കൽ കോളേജ് ആണ്. യാതൊരു വിധത്തിലുള്ള മൈനോറിറ്റി സീറ്റുകളും അവിടെ ഇല്ല. 200 സീറ്റിൽ 30 സീറ്റ് NRI കോട്ട വഴിയാണ്, 30 സീറ്റ് ഓൾ ഇന്ത്യ കോട്ട വഴിയാണ്. ആൻഡ് 140 സീറ്റുകൾ ആ ഒരു കോളേജിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, 8 ലക്ഷം 9 ലക്ഷം ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാം. ഞാൻ പറഞ്ഞു ഫീസ് ഇല്ലാത്ത ആളുകളുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ആണ്. 150 സീറ്റുകളാണുള്ളത് അവിടെ. മൗണ്ട് സിയോൺ ഒരു ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജ് ആണ്. അതുകൊണ്ട് തന്നെ 75 സീറ്റുകൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കായിരിക്കും. 23 സീറ്റ് NRI കോട്ട വഴിയും 22 സീറ്റ് ഓൾ ഇന്ത്യ കോട്ട വഴിയുമായിരിക്കും. 30 സീറ്റുകളാണ് ബാക്കി അവിടെ അവശേഷിക്കുന്നത്. അവിടെ ഗവൺമെന്റ് റിസർവേഷൻ നോംസ് അനുസരിച്ച് 30 സീറ്റുകൾ അവൈലബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് പുഷ്പഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. 100 സീറ്റുകളാണ്. 50 സീറ്റ് കമ്മ്യൂണിറ്റി സീറ്റാണ്, ക്രിസ്ത്യൻ മൈനോറിറ്റി സീറ്റുകളാണ്, ക്രിസ്ത്യൻ വിഭാഗത്തിന് അവകാശപ്പെട്ട സീറ്റുകളാണ്. 8 സീറ്റുകൾ കമ്മ്യൂണിറ്റി വിഭാഗത്തിൽ NRIയിലുണ്ട്, 7 സീറ്റുകൾ ഓപ്പൺ ഉണ്ട്. അങ്ങനെ മൊത്തം 15 NRI സീറ്റുകളുണ്ട്, 15 ഓൾ ഇന്ത്യ കോട്ട സീറ്റുകളുണ്ട്, 20 സീറ്റുകൾ ഗവൺമെന്റ് റിസർവേഷൻ നോംസ് അനുസരിച്ചുള്ള ബാക്കി 20 സീറ്റുകൾ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇങ്ങനെ മൈനോറിറ്റി സീറ്റുകളുള്ള കോളേജിൽ EWSന്റെ 10% സംവരണം ഉണ്ടായിരിക്കില്ല. ആ ഒരു കാര്യം ഓർത്തോണേ. അല്ലാത്ത കോളേജുകളിൽ 10% EWS സംവരണമുണ്ട്. മുന്നോക്ക വിഭാഗങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് റിസർവേഷൻ ഉണ്ട്. യെസ്, അവിടെ നിങ്ങൾക്ക് ഫീല് ഇളവൊന്നും ഉണ്ടായിരിക്കില്ല, ബട്ട് അവിടെ നിങ്ങൾക്ക് സീറ്റിൽ ഒരു റിസർവേഷൻ ഉണ്ടായിരിക്കും. സോമർവെൽ മെമ്മോറിയൽ മെഡിക്കൽ കോളേജ് ആണ്, ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജ് ആണ്. ടോട്ടൽ സീറ്റ് 150 ആണ്. 75 സീറ്റുകൾ കമ്മ്യൂണിറ്റി സീറ്റാണ്, ക്രിസ്ത്യൻ വിഭാഗത്തിന് അവകാശപ്പെട്ട സീറ്റാണ്. 12 സീറ്റുകൾ NRIയിൽ ഓപ്പൺ ആണ്, 11 സീറ്റുകൾ NRIയിൽ കമ്മ്യൂണിറ്റി സീറ്റുകളാണ്. അപ്പോൾ മൊത്തം 23 സീറ്റുകൾ അവിടെ NRI സീറ്റുകളായിട്ട് അവൈലബിൾ ആണ്. 22 സീറ്റ് ഓൾ ഇന്ത്യ കോട്ട വഴിയാണ്. നോൺ കേരളൈറ്റ്സ് ആയിട്ടുള്ള കുട്ടികൾക്കും അപ്ലൈ ചെയ്യാം. ഗവൺമെന്റ് റിസർവേഷൻ നോംസ് അനുസരിച്ചുള്ള 30 ഗവൺമെന്റ് സീറ്റുകളും അവിടെയുണ്ട്. ഓക്കെ,
നെക്സ്റ്റ് വൺ SUT അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസ് ആണ്. അവിടെ 150 സീറ്റുകളാണുള്ളത്. അവിടെ കമ്മ്യൂണിറ്റി സീറ്റുകൾ യാതൊന്നും തന്നെ അവൈലബിൾ അല്ല, മൈനോറിറ്റി കോളേജ് അല്ല അത്. NRI സീറ്റുകൾ 23 ഓൾ ഇന്ത്യ കോട്ട സീറ്റ് 23 ബാക്കി 104 സീറ്റുകൾ അവിടെ അവൈലബിൾ ആണ്. ആ 104 സീറ്റുകൾ ആ ഒരു കോളേജിൽ 10% EWS സംവരണം ഉണ്ടായിരിക്കും. യെസ്, ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് ആണ് അടുത്തത്. ടോട്ടൽ സീറ്റ് 150 സീറ്റാണ്. ഇറ്റ്സ് എ മുസ്ലിം മൈനോറിറ്റി കോളേജ്. അതുകൊണ്ട് തന്നെ 75 സീറ്റുകൾ 150-ൽ 75 സീറ്റുകൾ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക്, മുസ്ലിം മൈനോറിറ്റി സീറ്റുകളാണ്. 16 സീറ്റുകൾ NRI കോട്ട വഴി ഓപ്പൺ വിഭാഗത്തിനും 6 സീറ്റുകൾ NRI കോട്ടയിലൂടെ മുസ്ലിം വിഭാഗത്തിനും അവിടെയുണ്ട്. ഓൾ ഇന്ത്യ കോട്ടയിലൂടെ 22 സീറ്റുകളാണ് ലഭിക്കുന്നത്. ആൻഡ് ബാക്കി വരുന്നത് 31 സീറ്റുകളാണ്. ആ 31 സീറ്റുകൾ ഗവൺമെന്റ് സീറ്റുകളാണ്. യെസ്, അൽ അസർ മെഡിക്കൽ കോളേജ് ആണ് നെക്സ്റ്റ് വൺ. ഇറ്റ്സ് എ മുസ്ലിം മൈനോറിറ്റി കോളേജ്. അതുകൊണ്ട് തന്നെ 150 സീറ്റുകളുടെ 45 സീറ്റ് കമ്മ്യൂണിറ്റി സീറ്റ് ആയിരിക്കും. യെസ്, എന്തുകൊണ്ടാണ് മുസ്ലിം മൈനോറിറ്റി അല്ലെങ്കിൽ ക്രിസ്ത്യൻ മൈനോറിറ്റി എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ആ ഒരു കോളേജ് ഒക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അവിടെ നിങ്ങൾക്ക് സീറ്റിന്റെ സാധ്യത വളരെ കൂടിയ കോളേജാണ്. അപ്പോൾ നിങ്ങൾ ചോയ്സ് ഫില്ലിംഗ് നടത്തുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് തന്നെ കോളേജുകൾ കൊടുക്കുക. യെസ്, NRI സീറ്റ് വരുന്നത്, ബട്ട് അവിടുത്തെ ഫീ സ്ട്രക്ചർ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഒരു 50 ലക്ഷം രൂപയോളം പഠിച്ചിറങ്ങുന്ന ടൈമിൽ, ഇപ്പോൾ മൈനോറിറ്റി സീറ്റുകളാണെങ്കിൽ പോലും ഒരു 50 ലക്ഷം രൂപയോളം എന്തായാലും നിങ്ങൾക്ക് ചെലവാകാനുള്ള സാധ്യതയുണ്ട്. യെസ്, അപ്പോൾ NRI കോട്ടയിൽ 23 സീറ്റുകളാണുള്ളത്. ഓൾ ഇന്ത്യ കോട്ടയിൽ അൽ അസറിൽ 22 സീറ്റും ബാക്കി 60 സീറ്റുകളാണ് ഗവൺമെന്റ് റിസർവേഷൻ നോംസ് അനുസരിച്ചുള്ള സീറ്റുകൾ. ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ്. 150 സീറ്റാണ്, മൈനോറിറ്റി കോളേജ് അല്ല. 150 സീറ്റുകൾ, 150-ൽ 23 NRI സീറ്റുകളാണ്, 23 ഓൾ ഇന്ത്യ കോട്ട സീറ്റുകളാണ്. അത് നോൺ കേരളൈറ്റ്സിനും അപ്ലൈ ചെയ്യാം. കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള 104 സീറ്റുകൾ ഗവൺമെന്റ് റിസർവേഷൻ നോംസ് അനുസരിച്ച് ശ്രീനാരായണയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ജസ്റ്റ് അവിടുത്തെ ലാസ്റ്റ് റാങ്ക് കൂടി ഒന്ന് കൺസിഡർ ചെയ്യാം. ശ്രീഗോകുലത്തിൽ ഓപ്പൺ വിഭാഗം 4000 റാങ്കോളമാണ് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് റാങ്ക് വന്നത്. ജൂബിലി മിഷനിലാണെങ്കിൽ 2471, ദെൻ KMCTയിൽ 6467, PK ദാസിൽ 8311, കരുണ മെഡിക്കൽ കോളേജിൽ 8869, മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് 3153, മലബാർ മെഡിക്കൽ കോളേജിൽ 5966, മൗണ്ട് സിയോണിൽ 9020 ആണ് വന്നിരിക്കുന്നത്. ഏകദേശം 10,000 റാങ്കിനോട് ക്ലോസ് വന്നിട്ടുണ്ട്. പാലക്കാട് 10,095 റാങ്കിനും, പുഷ്പഗിരിയിൽ 3342, ശ്രീനാരായണയിൽ 8182 കിട്ടി. ഡോക്ടർ സോമർവെൽ മെമ്മോറിയൽ മെഡിക്കൽ കോളേജ് 6897, SUTയിൽ 7591, ട്രാവൻകൂർ 5020 അഡ്മിഷൻ ലഭിച്ചു. അപ്പോൾ നിങ്ങൾക്കറിയാം മക്കളെ, ഇവിടെ റിസർവേഷൻ ഉണ്ട്. ഓരോ കാറ്റഗറി വൈസുള്ള റാങ്ക് ഡിഫറെൻ്റ് ആണ്. അതായത് ഇപ്പോൾ KN കാറ്റഗറി നോക്കുകയാണെങ്കിൽ 13,395 ലഭിച്ചിട്ടുണ്ട്. അതേപോലെ 14,242 ലഭിച്ചിട്ടുണ്ട്. KU കാറ്റഗറിയിൽ 23,430 ലഭിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ അലോട്ട്മെന്റ് വെക്കുന്ന ട്രെൻഡ് അനുസരിച്ച് കൂടിയിരിക്കും. ഓരോ കാറ്റഗറിയിലും വിവിധ കാറ്റഗറികളുണ്ട്. ആ ഓരോ കാറ്റഗറിയിലും എഴുതിയ കുട്ടികളുടെ എണ്ണം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു എണ്ണം ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ ഏത് കോളേജിലാണ് നമ്മൾക്ക് പോസിബിലിറ്റി ഉള്ളത്? ചിലപ്പോൾ നിങ്ങളെക്കാളും റാങ്ക് പിന്നിലുള്ള ആൾക്കാർ പല കോളേജിലും കയറിയെന്ന് വരും. അത് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നതനുസരിച്ചിരിക്കും. ഓക്കെ അല്ലേ? ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ 25,507 SC കാറ്റഗറിയിൽ പാലക്കാട് ലഭിച്ചിട്ടുണ്ട്. യെസ്, അതേപോലെ 25,359 PK ദാസിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതകൾ പല കോളേജിലും ഡിഫറെൻ്റ് ആയിരിക്കും. അതനുസരിച്ച് നിങ്ങൾ ചോയ്സ് ഫില്ലിംഗ് നടത്തുക. യെസ്, ഓക്കെ. ഇനി നമ്മൾ ജസ്റ്റ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെ സീറ്റിലെ വർധനവിനെ കുറിച്ചൊന്നും യാതൊരു റിപ്പോർട്ടും ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ നിലവിലുള്ള സീറ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം. ആലപ്പുഴയിൽ 175 സീറ്റുകൾ അവൈലബിൾ ആണ്. എറണാകുളത്ത് 110, കാലിക്കറ്റ് 250 സീറ്റുകൾ. കാലിക്കറ്റും ട്രിവാൻഡ്രത്തും 250 ഗവൺമെന്റ് MBBS സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കൊല്ലത്ത് 110, കണ്ണൂർ 110, കോട്ടയത്ത് 175 സീറ്റുകൾ, മലപ്പുറത്ത് 110, പാലക്കാട് 100 സീറ്റ്സ് ആണ്. ദെൻ തൃശ്ശൂർ 175 സീറ്റുകൾ, ഇടുക്കിയിലും കോന്നിയിലും 100 ഗവൺമെന്റ് MBBS സീറ്റുകളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. യെസ്, അതേപോലെ ലാസ്റ്റ് റാങ്ക് നമ്മൾ ഒരുപാട് തവണ കണ്ടതാണ്. ഗവൺമെന്റ് MBBSന്റെ 954 ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് റാങ്ക് ആയിട്ട് വന്നത്. ഇത്തവണയും 1000 റാങ്കിനുള്ളിൽ തന്നെയാണ് ഓപ്പൺ വിഭാഗത്തിൽ ക്ലോസിംഗ് റാങ്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നിങ്ങൾ 1000 റാങ്കിനുള്ളിലാണെങ്കിൽ നിങ്ങൾ
സേഫ് ആണ്, നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓപ്പൺ കാറ്റഗറിയിൽ. യെസ്, ബാക്കി ഓരോ കാറ്റഗറിയും പരിശോധിക്കുകയാണെങ്കിൽ ഇഴവ കാറ്റഗറിയിൽ ഒരു 2400 വരെ കഴിഞ്ഞ വർഷം ലഭിച്ചിരുന്നു. മുസ്ലിം കാറ്റഗറിയിൽ 1700 വരെ കഴിഞ്ഞ വർഷം ലഭിച്ചിരുന്നു. 1700 നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല, കാരണം 320 കാലിക്കറ്റിലൊക്കെ ക്ലോസിംഗ് റാങ്ക് വന്നത്. LA കാറ്റഗറി നോക്കുകയാണെങ്കിൽ 2800 ലഭിച്ചിട്ടുണ്ട്, 2600 ലഭിച്ചിട്ടുണ്ട്, 3100 ഇടുക്കിയിൽ ലഭിച്ചിട്ടുണ്ട്. DV നോക്കുകയാണെങ്കിൽ 8400 ഇടുക്കിയിൽ ലഭിച്ചിട്ടുണ്ട്, 6700 കോന്നിയിൽ ലഭിച്ചിട്ടുണ്ട്. VK നോക്കുകയാണെങ്കിൽ 1700 പാലക്കാടും 2197 കോന്നിയിലും ലഭിച്ചിട്ടുണ്ട്. ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറി നോക്കുകയാണെങ്കിൽ 2236 കോന്നി മെഡിക്കൽ കോളേജ് പത്തനംതിട്ടയിൽ ലഭിച്ചിട്ടുണ്ട്. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ നോക്കുകയാണെങ്കിൽ 2682 4070 ഇടുക്കി മെഡിക്കൽ കോളേജിൽ ലഭിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, പല ആളുകൾക്കും പല കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്കും പല കോളേജിലായിരിക്കും സാധ്യത. അത് വിശദമായിട്ട് അനലൈസ് ചെയ്തിട്ട് ചോയ്സ് ഫില്ലിംഗ് നടത്തുക. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെക്കാളും റാങ്ക് പിന്നിലുള്ള ആളുകൾ, അതേ കാറ്റഗറിയിൽ തന്നെ നിങ്ങളെക്കാൾ റാങ്ക് പിന്നിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ അഡ്മിഷൻ കിട്ടിയെന്ന് വരാം. അത് നിങ്ങൾ ചോയ്സ് ഫില്ലിംഗ് നടത്തുന്നതിലുള്ള മിസ്റ്റേക്ക് മൂലമാണ്. ഓക്കെ, അപ്പോൾ വളരെ കറക്റ്റ് ആയിട്ട് എല്ലാ സീറ്റുകളും വാല്യൂബിൾ ആണ്. ആ ഒരു വാല്യൂ മനസ്സിലാക്കി നിങ്ങൾ ഒരു ചോയ്സ് ഫില്ലിംഗ് നടത്തുക. കാരണം സാധ്യതകളുണ്ട്. ഓക്കെ, ഓരോ കാറ്റഗറിയിലും നിങ്ങൾക്ക് സാധ്യതകൾ നിരവധിയാണ്. നിങ്ങൾക്ക് ആഗ്രഹിച്ച സീറ്റുകൾ വളരെ കെയർഫുൾ ആയിട്ട് ചോയ്സ് ഫില്ലിംഗ് നടത്തുക. നമുക്ക് ഇനിയും മീറ്റ് ചെയ്യാം. ബൈ.